ഹലോ, വെൽക്കം ബാക്ക് ടു ഗുഡ് വൈബ്സ്. നീതു ആണ്. ഇന്ന് തേഴ്സ്ഡേ മോർണിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു റിലാക്സിങ് ഡേ ആണ് എനിക്ക്. കാരണം നമുക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് കാര്യമായിട്ടൊന്നും കുക്ക് ചെയ്യാനില്ല. കുറച്ച് കറികളൊക്കെ ഫ്രിഡ്ജിലിരിപ്പുണ്ട്, ചോറും ഫ്രിഡ്ജിലിരിപ്പുണ്ട് ഇന്നലത്തെ. അപ്പോൾ പിന്നെ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഫ്രീയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മുടെ പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പൂരി എപ്പോഴും ഇവിടെ ഉണ്ടാക്കാറില്ല, വല്ലപ്പോഴും മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. രാവിലെ തന്നെ ഈ എണ്ണ പലഹാരം കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാവർക്കും ഇഷ്ടമൊക്കെ തന്നെയാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ വെജ് റെസ്റ്റോറൻറ്റിലൊക്കെ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി പോകുമ്പം പൂരി പറയാറുണ്ട്. അവിടുത്തെ പൂരിയും ഈ പൂരി മസാല ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയല്ലേ. ആ ഒരു ടേസ്റ്റ് എത്ര നമ്മൾ വീട്ടിലുണ്ടാക്കിയാലും നമുക്ക് തോന്നില്ല. അപ്പോൾ അവിടെ പോയിട്ട് കഴിക്കുമ്പോൾ എന്തോ ഭയങ്കര ഒരു ടേസ്റ്റാണ്. അത് എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ തോന്നാറ്. അങ്ങനെ നമ്മളിന്ന് പൂരിയാണ് ഉണ്ടാക്കണേ. അപ്പോൾ പൂരി ഉണ്ടാക്കുമ്പോൾ ഒന്ന് ക്രിസ്പി ആവാനായിട്ട് ഞാനൊരു ഇച്ചിരി റവയൊക്കെ ചിലപ്പം ഒരു ചെറിയൊരു ഹാഫ് ടേബിൾ സ്പൂണൊക്കെ തൂകാറുണ്ട് മാവ് കുഴയ്ക്കുമ്പോൾ. പക്ഷേ ഇന്നിപ്പോൾ റവ തീർന്നു പോയി. അത് കാരണം ഞാൻ സാധാരണ നമ്മുടെ ഗോതമ്പ് പൊടി മാത്രം വെച്ചിട്ടാട്ടോ ഉണ്ടാക്കണേ. എന്തായാലും നന്നായിട്ട് തന്നെ വരും. വലിയ ഒരുപാടൊന്നുമില്ല, ഒരു കപ്പ് മാവിനാണ് നമ്മൾ പൂരിയും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാറ്. അപ്പോൾ ഒന്ന് പാറും എന്താ അതിൻ്റെ ഇടയ്ക്ക് എഴുന്നേറ്റ് വന്നിട്ട് ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് എൻ്റെ പിന്നാലെ നടക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കറിയുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അപ്പോൾ പൂരി മസാലയാണ്, അതുകൊണ്ട് തന്നെ പൊട്ടറ്റോ ആണ് ഉണ്ടാക്കുക. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ ഉള്ളി കേട്ടോ, ഉള്ളിത്തണ്ട്. ഞാനിങ്ങനെ കുഞ്ഞുള്ളി ആയി കഴിയുമ്പം അതിങ്ങനെ മൊത്തത്തിലങ്ങ് കൊട്ടിയിട്ട് എന്തെങ്കിലും ചെടിച്ചട്ടിയിലേക്ക് ഒരു ചട്ടിയിലേക്ക് അങ്ങ് ഇടും. അപ്പോൾ അവിടെ കിടന്നിട്ട് നന്നായിട്ട് മുളച്ച് വരും. മുളച്ച് വരുമ്പോൾ ഞാൻ ഈ ഉള്ളിത്തണ്ട് എടുത്ത് ഇങ്ങനെ കറിയിലൊക്കെ ഇടാറുണ്ട്. നല്ലതാട്ടോ അത് കഴിക്കണേ. അപ്പോൾ എൻ്റെ അമ്മ എപ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ട്. അത് കണ്ടിട്ട് ഞാനും ഇപ്പം മിക്കവാറും അങ്ങനെ ഏറ്റവും അവസാനം ആകുമ്പോഴേക്കും പൊടിയായിട്ടുള്ള ഉള്ളി നന്നാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാവരും അതങ്ങ് കളയും ചിലപ്പം. അപ്പോൾ അത് ചെടിച്ചട്ടിയിലൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മുളച്ച് വരുമ്പോൾ നമുക്കത് ഇതുപോലെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോഴൊക്കെ ഇടാം. ഇന്നിപ്പോൾ ഈ കറിയിലേക്കാണ് ഇടുന്നത്. ഉള്ളിക്ക് പകരമായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ ഉണ്ടല്ലോ, നമ്മളിതുപോലെ പൂരിക്ക് മസാലയായിട്ട് വയ്ക്കുന്ന സമയത്ത് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് കേട്ടോ. വേറൊന്നുമല്ല, എല്ലാവരുടെയും വീട്ടിലുള്ളൊരു സാധനമാണ് സാമ്പാർ പൊടി. ഈ സാമ്പാർ പൊടി അങ്ങോട്ട് ഒരു ഇത്തിരി ഏകദേശം ഒരു 1/4 ടീസ്പൂണൊക്കെ ഇട്ടാൽ മതി. പക്ഷേ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും കേട്ടോ അത്. എന്നിട്ട് അത്യാവശ്യം 2-3 മിനിറ്റ് അങ്ങ് തിളപ്പിക്കണം. അപ്പോൾ കറി കളറൊന്നും ചേഞ്ച് ഒന്നും ആവില്ല. അത്രയല്ലേ നമ്മൾ ഇട്ടിട്ടുള്ളൂ. കണ്ടോ, കറിക്ക് ഒരു മഞ്ഞ കളർ തന്നെയല്ലേ ഉള്ളൂ. പക്ഷേ ടേസ്റ്റ് അപാരമാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇതിനി ഞാൻ കാണിക്കാൻ പോകുന്ന 2 പ്രോഡക്റ്റ് മീഷോന്ന് ഞാൻ പർച്ചേസ് ചെയ്താൽ കേട്ടോ. ഈ ഹാങ്ങിങ് ചെയ്തിരിക്കുന്ന ഈ ത്രെഡാണ്. ഇത് നല്ല ഭംഗിയുണ്ട്, അതുപോലെ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. ഞാൻ മീഷോന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ 2 എണ്ണത്തിൻ്റെ ഒരു സെറ്റായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് മീഷോന്ന് അങ്ങനെ കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യണത്. എപ്പോഴും ആമസോണൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് കമ്പാരിറ്റീവ്ലി മീഷോയിൽ റേറ്റ് നല്ല കുറവായിട്ട് തോന്നി. ഞാൻ വാങ്ങിയതും ഓഫറുള്ള സമയത്തായിരുന്നു. ഞാൻ പ്രൈസ് ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നല്ല നല്ല ക്വാളിറ്റിയാണ്, നന്നായിട്ടുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. ഒന്ന് ഞാനിങ്ങനെ ഹാളിലും പിന്നെ ഒന്ന് കിച്ചണിലും കേട്ടോ ഞാൻ ഇട്ടിരിക്കണേ. നല്ല ഭംഗിയുണ്ട്, ഇനിയും വാങ്ങിക്കണം എന്നുണ്ട് എനിക്ക്. പിന്നെ നമ്മൾ വാങ്ങിച്ചത് ബാൽക്കണിയിൽ ചെടിച്ചട്ടികൾ നിരത്തി വെക്കാൻ പറ്റിയ ഒരു സ്റ്റാൻഡാണ് കേട്ടോ. അയണിൻ്റെ ഒരു സ്റ്റാൻഡാണ്. അപ്പോൾ അത്യാവശ്യം നല്ല റിവ്യൂസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ കാര്യത്തിൽ വലിയ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. നന്നായിട്ടുണ്ട്. 4 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് വാങ്ങിച്ചത്. ഞാൻ പ്രൈസ് ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്യാം കേട്ടോ. അതും കമ്പാരിറ്റീവ്ലി നല്ല വിലയായിരുന്നു. മറ്റുള്ള സൈറ്റിൽ അത്യാവശ്യം കൂടുതലായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് കേട്ടോ. നല്ല ഫിനിഷിങ്ങും എല്ലാം ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പ്രോഡക്റ്റ്. അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് ചെടിച്ചട്ടികളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് ഭയങ്കര നല്ലതാട്ടോ. നമുക്കവിടെ ക്ലീൻ ചെയ്യാനൊക്കെ നല്ല ഈസി ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇത് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു ഭംഗി ഉണ്ടാവില്ല അങ്ങനെ നിരത്തി വയ്ക്കുമ്പോൾ. ഇത് ഞാൻ നമ്മുടെ മണി പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന കേട്ടോ. നമുക്കിങ്ങനെ ഞാൻ കുറച്ച് ദിവസം അത് വെള്ളത്തിൽ വെച്ച് കുറച്ച് വേരൊക്കെ വന്നിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ മണ്ണിലേക്ക് നട്ടത്. അപ്പോൾ വേഗം നന്നായിട്ട് വളർന്നു വരും. ആദ്യം ഒന്ന് നനച്ചു കൊടുക്കുക ഇടയ്ക്കിടയ്ക്കായിട്ട്. അപ്പം സംഭവം പെട്ടെന്ന് വളർന്നു വരും കേട്ടോ. ഇങ്ങനെ വെച്ചാൽ അത് കുറച്ച് ഫാസ്റ്റായിട്ട് വളരുള്ളൂ. വെള്ളത്തിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്ലോ ഗ്രോത്ത് ആയിരിക്കുള്ളൂ. പിന്നെ എൻ്റെ ഈ ഓർക്കിഡ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. അത് ഒരുമാതിരി മരവിച്ച് നിൽക്കുക. അതിനെന്തെങ്കിലും ഒരു നന്നായിട്ട് ഒന്ന് പരിപോഷിപ്പിച്ചെടുക്കാൻ എന്തെങ്കിലും വിദ്യകൾ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ.
എനിക്കൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. പാറുമ്മ അതാ ചെടി നനച്ചുകൊണ്ടിരിക്കുകയാണ്. പകുതി ചെടിക്കും പകുതി ഭിത്തിക്കുമാണ് പോണത് വെള്ളം. അപ്പം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ അവൾക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഏറ്റവും അധികം വെള്ളം വീഴാത്ത രീതിയിലുള്ള ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അവളുടെ കയ്യിൽ കൊടുക്കും. ഇത് നമ്മുടെ പൊന്നാങ്കണ്ണി കഴിഞ്ഞ ദിവസം എടുത്തില്ലേ, അതിൻ്റേത് ചെറിയ കൂമ്പൊക്കെ നന്നായിട്ട് ഇങ്ങനെ പുതിയ 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 ഇലകളൊക്കെ വന്ന് നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ രണ്ടും. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇതെടുത്ത് തോരൻ വയ്ക്കേണ്ടതാണ്. ഇപ്പം വെയിലായത് കാരണം ഇനി ഡയറക്റ്റ് വെയിൽ കൊള്ളുന്ന ചെടികളൊക്കെ പെട്ടെന്ന് മോശമായി പോകും. നമ്മുടെ ബാൽക്കണിയിലായതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതുപോലെ 4 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞില്ല. ഒന്ന് ഞാനിവിടെ അടുക്കളയുടെ സൈഡിലുള്ള ബാൽക്കണിയിലും കൂടെ വെച്ചിട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ പനിക്കൂർക്കയും സാമ്പാർ ചീരയൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ സാമ്പാർ ചീര ഇതേ എടുക്കാറായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഇനി എടുത്തില്ലെങ്കിൽ അതൊരു മുരടിച്ച പോലെ ആയിപ്പോവും. പിന്നെ ഇങ്ങനെ പൂ വരും, ഒരു വയലറ്റ് കളറിലെ പൂ വരും ഇതിൽ. പൂ വന്നാലും നമുക്ക് ഉപയോഗിക്കണതിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഒടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഇങ്ങനെ വരും. ഇവിടെ അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്നതുകൊണ്ട് ഏത് ചെടി വെച്ചാലും നല്ല രീതിയിൽ വരും. അപ്പോൾ ഇതിപ്പോൾ അകത്തിരുന്നിരുന്നൊരു ചെടിയാട്ടോ, ഞാൻ വെള്ളത്തിൽ വെച്ചിരുന്നത്. പക്ഷേ കുറച്ച് ദിവസമായിട്ട് ഇത് ഒരുമാതിരിയായി വരണു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്കൊന്ന് മാറ്റി മണ്ണിലേക്ക് നടാമെന്ന്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റോസ്മേരിയുടെ ഒരു വാട്ടറാട്ടോ. തലയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നല്ല മസാജ് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ മുടി വളരും എന്നാണ് എല്ലാവരും പറയുന്നത്. ഒരുപാട് റിവ്യൂസൊക്കെ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് വാങ്ങിച്ചിട്ട് ഇപ്പോൾ കുറേ നാളായിട്ടോ, 2, 3, 4, 5 മാസമായി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യും. ഇതുപോലെ ഈ സെയിം മെത്തേഡിലാണ് ഈ യൂസ് ചെയ്യണേ. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ലായിരുന്നു. എനിക്ക് തോന്നുമ്പോഴൊക്കെ യൂസ് ചെയ്യും, അത്രേ ഉള്ളൂ. എനിക്കിപ്പോൾ സിവിയറായിട്ട് മുടി കൊഴിച്ചിലുണ്ട്. അത് ഞാൻ ജാനുവരിയിൽ നാട്ടിൽ പോയ സമയത്ത് ഞാൻ അങ്ങനെ കാര്യമായിട്ട് ഹെയർ ട്രീറ്റ്മെൻറ്റോ അങ്ങനെ ഒന്നും ഞാൻ ചെയ്യാറില്ല. പക്ഷേ ഹെന്ന ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പാർലറിൽ പോയി ചെയ്തു. സാധാരണ ഞാൻ വീട്ടിൽ തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ പാർലറിൽ നിന്ന് ചെയ്ത എന്തോ എനിക്ക് പിടിച്ചില്ല എന്ന് തോന്നുന്നു. അത് 2 ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് മുടി ഭയങ്കരമായിട്ട് ഇങ്ങനെ കൊഴിയലല്ല, ഇങ്ങനെ മൊത്തം കൊട്ടി കൊട്ടി പോരുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു ഇതൊന്ന് പരീക്ഷ നോക്കാം, നമുക്ക് ചേരുമോ എന്നുള്ളതൊന്ന് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ റിസൾട്ട് പറയാം കേട്ടോ. ഒരു മാസം കഴിയുമ്പോൾ ഏകദേശം നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാൻ 1 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1.5 യൂസ് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കണേ. അങ്ങനെ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് റിസൾട്ട് എന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ എൻ്റേതായ പണികളൊക്കെ തീർക്കുമായിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് കുറച്ച് നേരം ഏറ്റവും ചെറിയ തീയിൽ വെച്ച് ഞാൻ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 ഗ്ലാസ് വെള്ളമാണല്ലോ നമ്മൾ ഒഴിച്ചത്. അപ്പോൾ അത് അത്യാവശ്യം വറ്റിയിട്ടുണ്ട്. ഇനി അതിരുന്ന് ആറിക്കഴിയുമ്പോൾ നമുക്ക് ഇത് തലയിലേക്ക് തേക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെറിയൊരു നമ്മുടെ ഈ പ്ലാന്റിന് പറയുന്നത് പേർപ്പിൾ ഹാർട്ട് എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് സ്റ്റെം നമുക്ക് എടുത്തിട്ട് ഇതുപോലെ നമുക്കൊരു ഫ്ലവർ വേസ് ഉണ്ടാക്കാം. അപ്പോൾ അത് ഇതുപോലെ തന്നെ ഞാൻ വെള്ളത്തിലാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. വെള്ളത്തിൽ നന്നായിട്ട് വളരും കേട്ടോ. അത് നല്ല വെയിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല പേർപ്പിൾ കളർ വരും. ഇതിപ്പോൾ അധികം ഡയറക്റ്റ് വെയിൽ കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ ഈ കളറ്, ഒരു ഗ്രീനിഷ് മിക്സ് ആയിട്ടുള്ളൊരു കളറാണ്. അപ്പോൾ ഞാൻ ഇതുപോലൊരു ഹോൾ ഉണ്ടാക്കി അതിൽ ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് അതിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ വലിയ ഭംഗി തോന്നില്ല. പക്ഷേ ആ പ്ലാസ്റ്റിക്കിൻ്റെ ചുറ്റും നമ്മൾ എന്തെങ്കിലും ത്രെഡോ അല്ലെങ്കിൽ നമ്മുടെ കയറൊക്കെ വെച്ചിട്ടാണെങ്കിലും ഒന്ന് ചുറ്റി ഭംഗിയാക്കി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഇന്നത്തെ സമയം ഞാൻ കൂടുതൽ ഇതുപോലെ പ്ലാൻസിന് വേണ്ടിയിട്ടോ മാറ്റി വെച്ചേക്കണേ. ഇങ്ങനെ റിലാക്സിങ് ആയിട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിനൊരു പ്രത്യേക സന്തോഷം കേട്ടോ. അതൊരു പണിയായിട്ടോ ഒരു ഭാരമായിട്ടൊന്നും എനിക്ക് തോന്നാറേ ഇല്ല. ഇത് ആരോ റൂട്ട് എന്ന് പറഞ്ഞ ഒരു ലീഫുള്ള പ്ലാന്റാണ്. അപ്പം അത് നന്നായിട്ട് വെള്ളത്തിലും വളരും, അല്ലാതെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വളരും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇലയുടെ ആ മുകളിലൊക്കെ ഒരു വെൽവെറ്റ് കോട്ടിങ് പോലെ വരും. നല്ല ഭംഗിയായി ഈ പ്ലാന്റ് കാണാനായിട്ട്. പക്ഷേ ഈ ബാൽക്കണിയിലും പിന്നെ അകത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഭംഗി തന്നെ പോവും. പിന്നെ ഞാൻ എൻ്റെ ഒരു ആഗ്രഹത്തിന് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെക്കുന്നതാണ് കേട്ടോ. വീട്ടിലൊക്കെ നിൽക്കണ കാണാൻ നല്ല ഭംഗിയാണ്, നല്ല ഡാർക്ക് ഗ്രീൻ ആയിരിക്കുമല്ല. ഇത് ശരിക്കും സൺലൈറ്റ് വേണ്ട ഒരു ചെടിയാണ്. അപ്പോൾ ഇതിപ്പം നന്നായിട്ടൊന്ന് കഴുകി ഇടയ്ക്ക് ഇതേപോലെ ഞാൻ ചെയ്യാറുണ്ട്. ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ ഇതേപോലെ നന്നായിട്ട് കഴുകും. അതല്ലെന്നുണ്ടെങ്കിൽ വെള്ളം മാത്രം മാറ്റി കൊടുക്കുകയുള്ളൂ. മാസത്തിലൊരിക്കലെങ്കിലും ഇതേപോലെ നന്നായിട്ട് കഴുകിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെടികൾക്ക് എപ്പോഴും നല്ലൊരു ഉണർവുണ്ടാവും കേട്ടോ. അതുപോലെ നമ്മൾ അതിൻ്റെ ഉള്ളിലിട്ടിരിക്കുന്ന
കല്ലുകളോ ഇങ്ങനത്തെ പെബിൾസൊക്കെ ഉണ്ടാവില്ലേ, നോർമൽ കല്ലുകളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പെബിൾസും കാര്യങ്ങളെല്ലാം നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് ക്ലീനാക്കി കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും നല്ലതാട്ടോ ചെടിക്ക്. ഇപ്പോൾ ഈ ഗ്ലാസ്സിൽ ഞാൻ ആദ്യം നമ്മുടെ ഇവിടുത്തെ ബോർ വാട്ടർ തന്നെയാണ് ഒഴിച്ചിരുന്നത്. അപ്പോൾ ബോർ വാട്ടർ ഒഴിക്കുമ്പോൾ ചെടികൾക്കൊന്നും വലിയൊരു ഉന്മേഷം ഇല്ലാത്ത പോലെ എനിക്ക് തോന്നും. അങ്ങനെ ഗ്രോത്തും ഭയങ്കര സ്ലോ ആയിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ക്യാൻ വാട്ടർ വാങ്ങിക്കുന്നതാണ് എല്ലാത്തിനും ഒഴിക്കണേ. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ബെറ്റർ ആണെന്ന് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഈ ബോർ വാട്ടർ യൂസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തു പ്ലാന്റ്സിന്. നമ്മൾ ചട്ടിയിൽ മണ്ണിൽ നിൽക്കുന്നതിനൊക്കെ അങ്ങനെ അതൊഴിച്ചു കൊടുക്കും. അതല്ലാതെ വെള്ളത്തിൽ വെക്കുന്നതിന് ഞാനിപ്പോൾ ബോർ വാട്ടർ സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു കുഴപ്പമില്ല. നമ്മുടെ കിണറിൽ നിന്നോ എങ്ങനെ വേണമെങ്കിലും ഏത് വെള്ളം വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ ചെന്നൈയിൽ കുറച്ച് ഹാർഡ് വാട്ടർ ആയതുകൊണ്ടും അത് പ്ലാന്റിനൊന്നും അത്ര നല്ലതല്ല. അപ്പോൾ ഇതെല്ലാം കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഏത് സൈറ്റിൽ നിന്നാണ് വാങ്ങിച്ചതെന്ന് ഞാൻ മറന്നുപോയി. ഇതിൻ്റെ ഒരു ഡയറക്റ്റ് സൈറ്റിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. അല്ല ആമസോണിൽ നിന്നോ മിന്ത്രയിൽ നിന്നോ വേറെ ഒന്നുമല്ല. ആമസോണിൽ നിന്നാണ് ഞാൻ കൂടുതലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണേ. പണ്ട് ഞാൻ നിറയെ സാധനങ്ങൾ ഡ്രസ്സ് മൊത്തം വാങ്ങിച്ചിരുന്ന മിന്ത്രയിൽ നിന്നാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മിന്ത്രയിൽ നിന്ന് വാങ്ങിക്കാനായിട്ട്. അവിടെ ഓഫർ വരുന്ന സമയത്ത് നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നവർക്ക് അതിൻ്റെ ഒരു ടൈം മുന്നേ തന്നെ നമുക്ക് തലേദിവസം തന്നെ വാങ്ങിക്കാനായിട്ട് ടൈം സ്ലോട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ഒന്നും ആയിപ്പോകാതെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചേക്കണത് വാങ്ങിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ എപ്പോഴും വാങ്ങിക്കുമായിരുന്നു വർക്ക് ചെയ്തിരുന്ന സമയത്ത്. ഇപ്പോൾ പക്ഷേ മൊത്തം ആമസോണിൽ നിന്നാണ് കേട്ടോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാറ്. അപ്പോൾ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു പ്രത്യേക സന്തോഷം കേട്ടോ. അതും പ്ലാന്റ്സൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കണ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു പ്രത്യേക സന്തോഷമാണ്. ഞാൻ കിച്ചണിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ആരോ റൂട്ട് പ്ലാന്റിൻ്റെ. നല്ലതാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമ്മൾ ജോലി ചെയ്യുമ്പോഴാണെങ്കിലും ഇതിങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ഉന്മേഷവും ഒരു സന്തോഷമൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ഒഴിച്ച വെള്ളം ഇപ്പോൾ ഏകദേശം 1/2 ഗ്ലാസ് ആയിട്ടുണ്ട്. നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ട് തന്നെ കേട്ടോ കിട്ടിയിരിക്കണേ. എന്നിട്ട് ഇതുപോലത്തെ ഒരു സ്പ്രേ ബോട്ടിൽ എടുക്കുക. നമ്മൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചതിൻ്റെ ബോട്ടിലുകൾ ഉണ്ടാവുമല്ലോ, അതുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. അതില്ലെങ്കിൽ മാത്രം ചെറിയൊരു ബോട്ടിൽ എവിടെന്നെങ്കിലും വാങ്ങിക്കാം. എന്നിട്ട് ഇത് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഒട്ടും വേസ്റ്റായിട്ട് പോവില്ല, കറക്റ്റായിട്ട് നമുക്ക് സ്കാൽപ്പിലാവുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് സ്പ്രേ ബോട്ടിൽ ഉപയോഗിക്കണേ. ബാക്കിയുള്ളത് ഞാനൊരു ചെറിയൊരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. അപ്പോൾ അത് കുറച്ച് ദിവസം യൂസ് ചെയ്യാൻ പറ്റും. ഇത് എന്തായാലും ഒരു 1.5 ആഴ്ചത്തേക്ക് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് മുറ്റത്തോ എവിടെയെങ്കിലും ഒന്ന് റിലാക്സ് ചെയ്ത് ഇരുന്നിട്ട് ഒരു മിറർ ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് വ്യക്തമായിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതുപോലെ മുടി ഒന്ന് ബകച്ചിലെടുത്തിട്ട് അതിലേക്ക്, അതായത് സ്കാൽപ്പിലാവുന്ന രീതിയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. മുടിയിൽ എല്ലായിടത്തും ആക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നന്നായിട്ട് സ്കാൽപ്പിലാവണം. പിന്നെ മുടിയിലേക്ക് പയ്യെ ഒന്ന് നമ്മളിങ്ങനെ ഇതുപോലെ ഒന്ന് മസാജൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും പയ്യെ ആയിക്കോളും. അല്ലെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഒന്ന് കൊടുക്കാം കേട്ടോ. ഞാൻ എന്തായാലും സ്കാൽപ്പിൽ മൊത്തം ആക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു ചെറിയ സ്പ്രേ ബോട്ടിലാവുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാനൊക്കെ നല്ല സൗകര്യമായിരിക്കുള്ളൂ. ഞാനിവിടെ ഒരു മിറർ വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ, അങ്ങോട്ട് ഫേസ് ചെയ്ത് ചെയ്യണേ. അപ്പം എനിക്ക് വീഡിയോ എടുക്കാനും എളുപ്പമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നിരുന്നത്. മിക്കവാറും ഞാൻ ഇങ്ങനത്തെ പരിപാടികളൊക്കെ മുടിയിലും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും ബാൽക്കണിയിൽ ഇരുന്നാട്ടോ ചെയ്യുക. അപ്പം നമുക്ക് അവിടെ ക്ലീൻ ചെയ്യാനും കുറച്ച് ഈസി ആയിരിക്കുമല്ലോ. അപ്പോൾ നന്നായിട്ടൊന്ന് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ചെറിയ രീതിയിലൊന്ന് മസാജും കൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അഴിച്ചിട്ട് ഉണക്കാം, വേണമെങ്കിൽ തല കഴുകാം ചുമ്മാ നോർമൽ വാട്ടറിൽ. ഷാമ്പൂ ഒന്നും ഇടേണ്ട കാര്യമില്ല. ഞാൻ ഇന്നിപ്പോൾ തല കഴുകാനുള്ള ഒന്ന് ഡ്രൈ ആക്കിയിട്ട് നാളെ ഒരു പ്രാവശ്യം കൂടെ അപ്ലൈ ചെയ്തിട്ടേ ഞാനിത് കഴുകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുക കേട്ടോ. കുഞ്ഞു വീഡിയോ ആയിരുന്നു ഇന്ന്. കുഞ്ഞു കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു റിലാക്സിങ് ഒരു മോർണിംഗ് റൂട്ടീനായിരുന്നു കേട്ടോ കണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത്ര നേരം നമ്മുടെ ചാനൽ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ.